എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദൃശ്യം 3 മധുവിധു പാട്രിയോട്ട് എന്ന സിനിമയുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ദൃശ്യം 3 എന്ന സിനിമയെ പറ്റിയാണ്. ഒരു മലയാള ത്രില്ലർ സിനിമയാണ് ദൃശ്യം 3. ഇപ്പോഴിതാ ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ആവാൻ പോവുകയാണ്. നാളെയാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ആവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സാത്താൻ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഡാർക്ക് തമിഴ് ഹൊറർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മധുവിധു എന്ന സിനിമയെ പറ്റിയാണ്. മധുവിധു ഒരു മലയാള ഫാമിലി റൊമാൻറ്റിക് കോമഡി സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് സോണി ലീവാണ്. സോണി ലീവിൽ ഈ ഒരു സിനിമ മെയ് 22-ന് OTT റിലീസ് ചെയ്യും. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കസിൻസ് ആൻഡ് കല്യാൺസ് എന്ന സീരീസിനെ പറ്റിയാണ്. കസിൻസ് ആൻഡ് കല്യാൺസ് ഒരു റൊമാൻറ്റിക് കോമഡി വെബ് സീരീസ് ആണ്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഈ ഒരു സീരീസിന്റെ അപ്ഡേറ്റ് മെയ് 22-ന് റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ് കാർത്തിക് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു തെലുങ്ക് ആക്ഷൻ ഡ്രാമ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പാട്രിയോട്ട് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാള ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചഭിനയിച്ച ഈ ഒരു സിനിമയുടെ OTT C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് റോമ 6 എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാള മിസ്റ്ററി ഡ്രാമ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിരിക്കുന്നു. മനോരമ മാക്സ് ആണ് റോമ 6ന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഞാനും പിന്നൊരു ഞാനും എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാള കോമഡി മിസ്റ്ററി സിനിമയാണ്. ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ ഒരു സിനിമയുടെ OTT വിറ്റുപോയിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് ഞാനും പിന്നൊരു ഞാൻ്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കറ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് കറയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ കറ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അടുത്തൊരു അപ്ഡേറ്റ് കാക്കിപ്പട എന്ന സിനിമയെ പറ്റിയാണ്. കാക്കിപ്പട 2 ഒരു മലയാള ആക്ഷൻ ഡ്രാമ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ പോകുന്നു. മാർച്ച് 27-നായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിയത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT സൺനെസ്റ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സൺനെസ്റ്റിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് അടുത്ത് തന്നെയായി ഉണ്ടാവും. അടുത്ത അപ്ഡേറ്റ് ഭൂത് ബംഗ്ലാവ് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഹിന്ദി ഹൊറർ കോമഡി സിനിമയാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ അക്ഷയ് കുമാറാണ് നായകനായി എത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യവാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വാറണ്ട് എന്ന തമിഴ് സിനിമയെ പറ്റിയാണ്. ഇതൊരു വാറണ്ട് ഫ്രം ദി വേൾഡ് ഓഫ് ദി വില്ലങ്കോ ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ്. ഈ ഒരു സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് C5 ആണ്. C5-ൽ മെയ് 22 മുതൽ ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് സ്പായ് എന്ന മലയാള ത്രില്ലർ ഡ്രാമ സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഫെബ്രുവരിയിലാണ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിയത്. മെയ് അവസാന വാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ആമോസ് അലക്സാണ്ടർ എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് സൺനെസ്റ്റ് ആണ്. അജു വർഗീസ്, ജാഫർ ഇടുക്കി അഭിനയിച്ച ഈ ഒരു സിനിമ സൺനെസ്റ്റിൽ ഇപ്പോഴിതാ OTT റിലീസ് ആയിരിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ലൂയിസ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ റിലീസായിട്ട് കുറേ വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മനോരമ മാക്സ് ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചത്. ലൂയിസ് ഈ മാസം തന്നെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് സ്പൈഡർ നോയർ എന്ന ഇംഗ്ലീഷ് സൂപ്പർ ഹീറോ നോയർ വെബ് സീരീസ് ആണ്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മെയ് 27-ന് ആമസോൺ പ്രൈമിലായിരിക്കാം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സതി ലീലാവതി എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു തെലുങ്ക് റൊമാൻറ്റിക് കോമഡി സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. സൺനെസ്റ്റും ജിയോ ഹോട്ട്സ്റ്റാറുമാണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് 20-നാണ് ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.